സകലത മറന്ന് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകളും ഫീഡുകളും മണിക്കൂറുകളോളം കണ്ടിരിക്കാറുണ്ട് അല്ലേ? പഠിക്കാനുള്ള സമയവും അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനുള്ള ഉപയോഗിക്കേണ്ട സമയമാണ് നമ്മൾ ഇങ്ങനെ ഫോൺ നോക്കി പാഴാക്കി കളയുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ അമിതമായി ഉപയോഗിക്കുന്ന ചില കുട്ടികളിൽ അതൊരു അഡിക്ഷൻ ആവാൻ സാധ്യത ഏറെയാണ്. മൊബൈൽ പിടിച്ചു വാങ്ങുമ്പോൾ അവർ അക്രമകാരികളാവുന്നതും ഈ അഡിക്ഷൻ കൊണ്ടാണ്. ഇത് പരിഹരിക്കാൻ ശാസ്ത്രീയമായ ചികിത്സയും വേണ്ടിവരും. ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളുടെ ഇരുണ്ട വശത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യത്തേത് സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചിട്ടാണ്. സമൂഹത്തിന് മുന്നിൽ മറ്റൊരാളെ മോശക്കാരനായി ചിത്രീകരിക്കുന്നതാണ് സൈബർ ബുള്ളിങ്. അത് ആ വ്യക്തിക്ക് വലിയ നാണക്കേടും മാനസിക പ്രയാസവും ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന അനാവശ്യ മെസ്സേജുകളും കമന്റുകളും അപരിചിതരിൽ നിന്നുള്ള ഫ്രണ്ട്സ് റിക്വസ്റ്റ്. സാമൂഹിക മാധ്യമങ്ങളിൽ അപരിചിതരോട് കുറച്ചൊരു അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഉറങ്ങുന്നതിന് മുൻപ് ഫോൺ നോക്കി കുറേ നേരം കിടക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങളുടെ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും. സ്ക്രീൻ പുറപ്പെടുവിപ്പിക്കുന്ന രശ്മികൾ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ഇടയ്ക്ക് ഉറക്കം മുറിഞ്ഞു പോയാൽ വീണ്ടും സുഖമായി ഉറങ്ങാൻ പ്രയാസമുണ്ടാക്കുകയും ചെയ്യും. കൂടാതെ സോഷ്യൽ മീഡിയ അപകർഷതാബോധം വളർത്തുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ്. അതായത് ആരെങ്കിലും നല്ല ചിത്രങ്ങളും സന്തോഷ നിമിഷങ്ങളും പങ്കുവെക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ഹാപ്പി അല്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ഇരിക്കും. എന്നാൽ അതിന്റെ ഒരു ആവശ്യവുമില്ല. എല്ലാവരും അവരുടെ ഹാപ്പി മൊമെന്റ്സ് അല്ലേ ഷെയർ ചെയ്യുകയുള്ളൂ. ഭംഗിയില്ലാത്ത ചിത്രങ്ങൾ ആരെങ്കിലും പങ്കുവെക്കാറുണ്ടോ? കൂടാതെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുന്ന ഫോട്ടോകളിൽ നിങ്ങൾ ഉൾപ്പെടാതെ പോകുമ്പോൾ നിങ്ങളിൽ ഉത്കണ്ഠയോ അസ്വസ്ഥതയോ ഉണ്ടാക്കുന്നതിനാണ് ഫോമോ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന ഇടമാണ് സോഷ്യൽ മീഡിയ. അതുപോലെ കണ്ണിന്റെ കാഴ്ചയെയും ഇത് പ്രതികൂലമായി ബാധിക്കും. മിക്കവരും സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങളിൽ ഒന്നായി പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കായെന്ന് തോന്നുമ്പോൾ എൻഗേജ്ഡ് ആയി നിർത്താൻ സോഷ്യൽ മീഡിയക്ക് സാധിക്കുമെന്നതാണ്. എന്നാൽ അതിനു പിന്നിലെ ചതിക്കുഴിയും വളരെ വലുതാണ്. നമ്മളോട് സൗഹൃദം കൂടുന്നവർ ഒറിജിനൽ പേരിലാവില്ല നമ്മളോട് കൂട്ടുകൂടുക. ഇത്തരത്തിലുള്ളവർ പെട്ടെന്ന് നമ്മെ ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിവരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക.